നമസ്കാരം. യുദ്ധം യാതൊരു അറുതിയുമില്ലാതെ തുടരുമ്പോൾ ലോകം മുഴുവൻ ഭയപ്പാടോടെയാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള വൈരുദ്ധ്യം പുതുമയുള്ളതല്ല. എന്നാൽ ഗാസയിലെ യുദ്ധം ശക്തി പ്രാപിച്ചതിനു ശേഷം മേഖലയിലെ സംഘർഷങ്ങൾ പല തരത്തിലായി വ്യാപിക്കുകയും ഇറാൻ നേരിട്ടും പരോക്ഷമായും സംഘർഷത്തിന്റെ കേന്ദ്രത്തിൽ എത്തുകയും ചെയ്തു. ഇപ്പോൾ ഇറാനും യുഎസും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് കടുത്ത ആക്രമണങ്ങൾ തുടരുന്നതിനിടയിലും സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന നിലപാട് ഇറാൻ അറിയിക്കുന്നത് ശ്രദ്ധേയമാവുന്നത്. എന്നാൽ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്ന ചർച്ചകൾ മാത്രമേ സ്വീകരിക്കൂ എന്ന വ്യവസ്ഥയും അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇത് ദൗർബല്യത്തിന്റെ പ്രഖ്യാപനമല്ല, മറിച്ച് തന്ത്രപരമായ നീക്കമാണ് എന്ന് വേണം വിലയിരുത്താൻ. ഇറാൻ നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നതാണ് ഔദ്യോഗിക നിലപാട്. പക്ഷേ ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി വിമതർ പോലുള്ള കൂട്ടാളി ശക്തികളിലൂടെയും ഗൾഫ് മേഖലയെ ആക്രമിച്ചുകൊണ്ടും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ സമ്മർദ്ദം ചെലുത്തുന്ന പ്രോക്സി തന്ത്രമാണ് അവർ പിന്തുടരുന്നത്. ഈ രീതിയിലൂടെ ഇറാൻ തന്റെ പ്രധാന സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് സമ്മർദ്ദം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇസ്രയേൽ ഇറാനുമായി ബന്ധമുള്ള ലക്ഷ്യങ്ങളിൽ സിറിയയിലുടനീളം നടത്തിയ വ്യോമാക്രമണങ്ങളും ഇറാന്റെ സൈനിക ഉപദേഷ്ടാക്കളെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളും സംഘർഷം കൂടുതൽ അപകടകരമാണ്. ഇസ്രയേൽ സൈനിക ശേഷിയിൽ മേഖലയിലെ ഏറ്റവും മുന്നിലുള്ള രാജ്യമാണ്. അതിന്റെ വ്യോമസേനയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് എന്നിവയും സാങ്കേതികമായി വളരെ മുന്നിലാണ്. കൂടാതെ അമേരിക്കയുടെ സൈനിക തന്ത്രപരമായ പിന്തുണയും ഇസ്രയേലിന് ലഭ്യമാണ്. അമേരിക്കയുടെ മധ്യപൂർവേഷ്യയിലെ നാവിക സാന്നിധ്യം, പ്രത്യേകിച്ച് വിമാനവാഹിനി കപ്പലുകൾ, ശക്തമായ പ്രതിരോധ തന്ത്രമാണ് നൽകുന്നത്. ഈ സാഹചര്യത്തിൽ നീണ്ടുപോകുന്ന സമ്പൂർണ്ണ യുദ്ധം ഇറാനെ വലിയ സമ്മർദ്ദത്തിലാണ്. ഇറാൻ സൈനികമായി ദുർബലമല്ല. ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ, അസമതുല്യ യുദ്ധരീതികൾ എന്നിവയിൽ ഇറാൻ വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. യമനിലെ ഹൂത്തി ആക്രമണങ്ങളിൽ ഉപയോഗിച്ച ഡ്രോണുകളും മിസൈലുകളും അതിനുള്ള ഉദാഹരണങ്ങളാണ്. എന്നാൽ സമ്പൂർണ്ണ പരമ്പരാഗത യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അമേരിക്ക ഇസ്രയേൽ സഖ്യത്തിന്റെ സാങ്കേതിക മേന്മയും വ്യോമാധിപത്യവും ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശം വരുത്താനിടയുണ്ട്. ഇറാന്റെ ആണവ സൗകര്യങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമാക്കപ്പെടുകയാണെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സൈനിക ഘടന തകർച്ച നേരിടും. സാമ്പത്തിക ഘടനയും നിർണായകമാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം ഇറാൻ ഇതിനകം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന രാഷ്ട്രമാണ്. നാണയമൂല്യ തകർച്ച, തൊഴിലില്ലായ്മ, ആഭ്യന്തര പ്രതിഷേധങ്ങൾ എന്നിവ ഭരണകൂടത്തിന് വെല്ലുവിളിയുമായിരുന്നു. ദീർഘകാല യുദ്ധം ഈ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കും. എണ്ണ കയറ്റുമതിയാണ് ഇറാന്റെ പ്രധാന വരുമാന മാർഗം. യുദ്ധം മൂലം കടൽ മാർഗങ്ങൾ തടസ്സപ്പെടുകയോ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെടുകയോ ചെയ്താൽ അത് രാജ്യത്തെ സാമ്പത്തികമായി പൂർണ്ണമായും തകർക്കും. അതേസമയം ഇസ്രയേലിനും വെല്ലുവിളികളുണ്ട്. ബഹുമുഖ യുദ്ധഭൂമികൾ, ഗാസ, ലെബനൻ അതിർത്തി, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലെ സംഘർഷം നീണ്ടു നിൽക്കുന്നത് ഇസ്രയേൽ സമൂഹത്തിലും സാമ്പത്തിക രംഗത്തും സമ്മർദ്ദം സൃഷ്ടിക്കും. എന്നാൽ സൈനിക ആയുധശേഷിയുടെ കണക്ക് കൂട്ടിയാൽ ദീർഘകാല പരമ്പരാഗത യുദ്ധത്തിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യ നാശം നേരിടാൻ സാധ്യതയുള്ളത് ഇറാനായിരിക്കും. ഇസ്രയേലിന് അമേരിക്കൻ പിന്തുണ എന്ന സുരക്ഷാ ജാലകമുണ്ട്. ഇറാനിന് അത്ര ശക്തമായ രാഷ്ട്ര സഖ്യമില്ല. ഇതിനാലാണ് ഇറാൻ സംഭാഷണത്തിന് തയ്യാറാണ്, പക്ഷെ കീഴടങ്ങില്ല എന്ന സന്ദേശം നൽകുന്നത്. ഇത് ആഭ്യന്തര ജനങ്ങളോട് ശക്തി പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ ഭാഷയും അതേസമയം അന്താരാഷ്ട്ര സമൂഹത്തോട് സമവായത്തിനുള്ള തുറന്ന വാതിലും കൂടിയാണ്. തങ്ങളുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്ന പ്രസ്താവന യഥാർത്ഥത്തിൽ ഉപരോധ ഇളവുകൾ, സുരക്ഷാ ഉറപ്പുകൾ, മേഖലയിലെ സ്വാധീനം അംഗീകരിക്കൽ എന്നിവയ്ക്കുള്ള ആവശ്യങ്ങളായി വായിക്കാം. യുദ്ധം തുടർന്നാൽ ഏത് രാജ്യം തകർന്നു പോകുമെന്ന ചോദ്യം ലളിതമല്ല. സമ്പൂർണ്ണ യുദ്ധത്തിൽ സൈനിക സാങ്കേതിക മേന്മയും സാമ്പത്തിക പിന്തുണയും കണക്കിലെടുത്താൽ ഇറാനാണ് കൂടുതൽ അപകട സാധ്യത നേരിടുക. എന്നാൽ അസമതുല്യ യുദ്ധരീതികളിലൂടെ പ്രദേശം മുഴുവൻ അസ്ഥിരമാക്കാനുള്ള ശേഷി ഇറാനുണ്ട്. അതിനാൽ തന്നെ യുദ്ധം ഒരാളുടെ പൂർണ്ണ വിജയം കൊണ്ടല്ല, മേഖലയുടെ വ്യാപക അസ്ഥിരത കൊണ്ടായിരിക്കും അവസാനിക്കുക. ഇറാന്റെ പുതിയ നിലപാട് യാഥാർത്ഥ്യ ബോധത്തിന്റെ പ്രതിഫലനമായി കാണാം. ശക്തി പ്രകടനവും തന്ത്രപരമായ സംയമനവും ഒരുമിച്ച് ഉപയോഗിച്ച് നേരിട്ടുള്ള സമ്പൂർണ്ണ യുദ്ധം ഒഴിവാക്കുകയും പ്രോക്സി സമ്മർദ്ദം തുടരുകയും ചെയ്യുന്നതാണ് അവരുടെ സാധ്യതയുള്ള ഏക വഴി. ഈ ഘട്ടത്തിൽ സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന പ്രഖ്യാപനം യുദ്ധത്തിൽ നിന്നുള്ള പിന്മാറ്റമല്ല, മറിച്ച് യുദ്ധം നിയന്ത്രിത പരിധിയിൽ നിർത്താനുള്ള ശ്രമമായിരിക്കാം, അല്ലെങ്കിൽ തന്ത്രമായിരിക്കാം എന്ന് വേണം കണക്കാക്കാൻ.